നമസ്കാരം. നെഞ്ചുലയ്ക്കുന്ന നിലവിളികൾ കേട്ട് ഉണർന്നതാണ് കേരളം. വയനാടിന്റെ ഹൃദയത്തെ അപ്പാടെ തകർത്തുകൊണ്ട് പ്രകൃതിയുടെ താണ്ഡവം. ഇത് താങ്ങാവുന്നതിലും അപ്പുറം. ഒറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമം തന്നെ ഇല്ലാതെയായി. മുണ്ടക്കൈ എന്ന ഉൾപ്രദേശത്തെ തുടച്ചു നീക്കാൻ ഒരുമ്പെട്ടെന്നോണം അർദ്ധരാത്രി കുത്തിയൊലിച്ചെത്തിയ മലവെള്ളവും ചെളിയും പാറയും. ഉറങ്ങിക്കിടക്കുകയായിരുന്ന പലരും കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ പെട്ടു. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കും മുൻപേ പലരും വെള്ളത്തിലും ചെളിയിലും മുങ്ങിപ്പോയി. ഇന്ന് രാവിലെയോടുകൂടിയാണ് മുണ്ടക്കൈയിലെ വൻ ദുരന്തത്തിന്റെ വ്യാപ്തി പുറം ലോകം അറിഞ്ഞത്. നേരം പുലർന്നപ്പോൾ മുണ്ടക്കൈ എന്ന പ്രദേശം തീർത്തും ഒറ്റപ്പെട്ട നിലയിൽ. 400-ലേറെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമം തിരിച്ചറിയാൻ പോലും കഴിയാത്ത സ്ഥിതി. നേരം ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ പല വീടുകളും തകർന്ന് തരിപ്പണമായി. പ്രദേശത്തെ പല കുടുംബങ്ങളെയും ഇപ്പോഴും കാണാനില്ല. ഇവരെ ഇനി എങ്ങനെ ബന്ധപ്പെടണമെന്ന് പോലും അറിയില്ല. പ്രദേശവാസികൾ അലമുറയിട്ട് കരയുകയാണ്. ഞങ്ങളുടെ ഉറ്റവരെ ഒന്ന് കാണണം, അവർ ജീവനോടെ ഉണ്ട് എന്ന് തിരിച്ചറിയണം. മേപ്പാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിരത്തിക്കിടത്തിയിരിക്കുന്നു മൃതദേഹങ്ങൾ. ഇക്കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയോടെ മൃതദേഹങ്ങളിൽ പുതച്ചിരിക്കുന്ന തുണിയുടെ ഒരറ്റം മെല്ലെ ഉയർത്തി നോക്കുന്ന മനുഷ്യർ. നെഞ്ചു പൊട്ടിപ്പോകുന്ന കാഴ്ച. അർദ്ധരാത്രി 2:30 ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന വിവരം ജനം അറിയുന്നത്. കനത്ത മഴയും ഇരുട്ടും കാരണം എന്താണ് സംഭവിച്ചത് എന്നോ ദുരന്തത്തിന്റെ വ്യാപ്തിയോ മനസ്സിലാക്കാനായില്ല. കാണുന്നിടത്തെല്ലാം ചെളിയും വെള്ളവും മാത്രം. ദുരന്തമുഖത്ത് നിന്നും ജനങ്ങളുടെ നിലവിളികൾ. ആരെങ്കിലും ഓടി വരണേ, ഞങ്ങളെ രക്ഷിക്കണേ, ശ്വാസം കിട്ടുന്നില്ല, മണ്ണിനടിയിലാണ്. ഇത് മാത്രമാണ് അവർക്ക് വിളിച്ചു പറയാനുണ്ടായിരുന്നത്. ഒരു സ്ത്രീക്കൊപ്പം അവരുടെ ഭർത്താവും മകളും ചെളിയിൽ പൂണ്ടുപോയിരിക്കുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ പരക്കം പായുകയാണ്. വണ്ടിയെടുത്ത് ആരെങ്കിലുമൊക്കെ മേപ്പാടി ഭാഗത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വേഗം വരൂ എന്ന് പറഞ്ഞ് ഫോണിലൂടെയും കരച്ചിൽ. നേരം വെളുത്തപ്പോഴാണ് ചൂരൽമല അങ്ങാടി തന്നെ ഏറെക്കുറെ മണ്ണിനടിയിലാണ് എന്ന് പുറം ലോകം അറിഞ്ഞത്. ചൂരൽമല സ്കൂളിനോട് ചേർന്ന് പുഴ ഒഴുകുന്നു. മലവെള്ളപ്പാച്ചിലിൽ പുഴ ഗതിമാറി ഒഴുകി. സ്കൂളിന്റെ പകുതിയോളം ഭാഗവും വെള്ളത്തിനടിയിലാണ്. സാധാരണക്കാരും തോട്ടം തൊഴിലാളികളും താമസിക്കുന്ന സ്ഥലമാണ് ചൂരൽമല. ഹാരിസൺസ് തേയില എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ചൂരൽമലയുടെ ഭൂരിഭാഗവും. എത്ര പേർ മരിച്ചെന്നോ എത്ര പേരെ കാണാതായി എന്നോ നിലവിൽ വ്യക്തമായ ചിത്രം ലഭ്യമല്ല. വയനാട് ദുരന്തത്തിൽ എന്തായാലും മരണസംഖ്യ 50 ആകുന്നു. രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി കനത്ത മഴയും. വയനാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോയ ഹെലികോപ്റ്ററിന് കോഴിക്കോട് ഇറങ്ങേണ്ടിയും വന്നു. കാലാവസ്ഥ തന്നെയാണ് വില്ലൻ. ചൂരൽമലയിൽ തകർന്ന വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷാപ്രവർത്തകർ ജീവനോടെ പുറത്തെടുത്തപ്പോൾ അത് വലിയ ആശ്വാസം തന്നെയാണ്. ചെളിയിൽ പൂണ്ടുപോയ മനുഷ്യനെയും നമുക്ക് രക്ഷിക്കാനായി. എന്തായാലും മുണ്ടക്കൈയും അട്ടമലയും തന്നെയാണ് നമ്മുടെ മുന്നിൽ നോവായുള്ളത്. ഇരുമേഖലകളിലുമായി 400ഓളം കുടുംബങ്ങളുണ്ട്. അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. മുണ്ടക്കൈ ട്രീ വാലി റിസോർട്ടിൽ നാട്ടുകാരായ 100-ലധികം പേർ കുടുങ്ങിയിട്ടുണ്ട്. കുടുങ്ങിയവരിൽ വിദേശികളുണ്ട്. മുണ്ടക്കൈ എന്ന ഗ്രാമത്തെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരുന്ന പാലം പൂർണ്ണമായും തകർന്നതോടുകൂടിയാണ് ഗ്രാമത്തിലെത്തിപ്പെടുന്നത് ഇപ്പോഴും വെല്ലുവിളിയായി മാറുന്നത്. ഇതിനൊപ്പം മലവെള്ളപ്പാച്ചിലും മഴയും. രക്ഷാദൗത്യം ദുഷ്കരം തന്നെയാണ്. പക്ഷേ നമുക്കിതൊക്കെ അതിജീവിച്ചേ മതിയാകൂ. ഒട്ടേറെ കുടുംബങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് തന്നെയാണ് കാരണം. രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത സ്ഥിതിയുണ്ട്. സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം ഇത് എപ്പോൾ സാധ്യമാകുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. എങ്കിലും വനത്തിനുള്ളിലൂടെ പ്രവേശിച്ച് മുണ്ടക്കൈയിലേക്ക് എത്താൻ സാധിക്കുമോ എന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി അവിടെ ഇരുൾ വീഴും. അതിനു മുൻപ് നമുക്കെല്ലാം സാധ്യമാകണം. എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ട് എങ്കിലും അതെല്ലാം നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് കേരളമാണ്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഒരുമയിലൂടെ ഏത് മഹാപ്രളയത്തെയും നാം അതിജീവിക്കുമെന്നും ഒറ്റക്കെട്ടായി ദുരിതബാധിതരെ ചേർത്ത് പിടിക്കുമെന്നും തെളിയിച്ചവരാണ് നമ്മൾ മലയാളികൾ. കോവിഡിനെയും നിപ്പയെയും പൊരുതി തോൽപ്പിച്ചവരാണ് നമ്മൾ മലയാളികൾ. ഈ ഘട്ടവും നമ്മൾ മറികടക്കും. ഇത് വയനാടിന്റെ മാത്രം ദുഃഖമല്ല. കീറി മുറിക്കപ്പെട്ട ഹൃദയവുമായി നിൽക്കുന്ന ഈ നാടിനെ നമ്മൾ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും.